സുഭദ്രയ്ക്കാൻ ഏറ്റവും തട്ടി നിൽക്കുന്ന കഥാപാത്രങ്ങളെങ്കിൽ പുരുഷ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഉരക സദൃശരായിട്ടുള്ള ആളുകളാണ്. അധികാരത്തിന് മുന്നിൽ ഇഴയുന്ന ആണുങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് സീനി അന്യഥ നമ്മൾ രാജഭക്തിയിൽ നിന്ന് ഉരുവായതെന്ന് കരുതപ്പെടുന്ന ഈ നോവലുകളിലെ പുരുഷ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത്. സുന്ദരൻ എന്ന് പറയുന്ന വിഡ്ഢിയായിട്ടുള്ള ഒരു കൃത്യസദൃശനായ കഥാപാത്രത്തെ എഴുതുമ്പോൾ സ്വന്തം വായിൽ കുത്തി നിന്ന് തുളയുന്ന ഒരു നീർക്കുലിയെ പോലെ എന്ന് സീനി എഴുതും. അത് യാദൃശ്യമല്ല. ഈ നക്രത്തെ സങ്കല്പിച്ച അതേ പ്രതിഭ കുറച്ച് വിഷം കുറഞ്ഞ ഒരു ഇനത്തെ അവതരിപ്പിക്കുമ്പോൾ സ്വന്തം വാലിൽ കുത്തി നിന്ന് തുളയുന്ന ഒരു നീർക്കുലിയെ പോലെ സുന്ദരയൻ കുളഞ്ഞു എന്ന് എഴുതും. ഇങ്ങനെ സീനിയുടെ നോവലുകളിൽ ഉരസുകൊണ്ട് ഇഴഞ്ഞ് സഞ്ചരിക്കുന്ന ആണുങ്ങളെ, അത് കഥാപാത്രങ്ങൾ തിരികളോ മുരകനീയോ അല്ലെങ്കിൽ പോലും മനുഷ്യനായി ഉരുവായി തീർന്നിട്ട് പോലും തന്റെ സ്വഭാവം കൊണ്ട് ഇഴയുന്ന കഥാപാത്രങ്ങളെ, ഇഴയുന്ന പുരുഷ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുവാൻ സീനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് നമ്മുടെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാലത്ത് ഇരുന്നുകൊണ്ട് ജെൻഡറിന്റെ 1, 2, 3 എന്ന ക്രമങ്ങളെ നമ്മൾ വിമർശിക്കുന്ന കാലത്ത് ഇരുന്നുകൊണ്ട് നോക്കുമ്പോൾ അധിക തുങ്കമായിട്ടുള്ള ഒരു ഭംഗിയെ അത് ആവഹിക്കുന്നതായിട്ട് കാണാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് മാറുന്ന നോവലിനെ പറ്റി പറയുമ്പോൾ സമകാലിക നോവലിൽ നമ്മൾ സൃഷ്ടിച്ച അത്ഭുതങ്ങളെ, വിസ്മയങ്ങളെ പറ്റി വാചാലരാകുന്നതിന് മുമ്പ് നമ്മുടെ നോവൽ സാഹിത്യ ചരിത്രത്തിലെ പ്രഗത്ഭരായിട്ടുള്ള പൂർവ്വികർ ചെയ്തു വെച്ച അത്ഭുതം എന്താണ് എന്ന് കൂടി ആലോചിക്കുന്നത് നന്നായിരിക്കും എന്ന് ഒരു തുടക്കം എന്ന നിലയ്ക്ക് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. ശ്രീരാമുള്ള അദ്ദേഹത്തിന്റെ ഒരു അനുഭവകഥയെ സംബന്ധിച്ച ഒരു ഉപകഥ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു എഴുത്തുകാരെന്നുള്ളതൊക്കെ അതെന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ടായെന്ന് ഞാൻ നിങ്ങളോട് പറയാം. രാമുള്ള ബാരിസ്റ്റർ പഠിച്ചതിന് ശേഷം തന്റെ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു പുഴ കടക്കേണ്ടതായിട്ടുണ്ട്. രാത്രിയാണ്, അന്ന് പാലങ്ങളില്ല. കടത്തു തോണിയുടെ ആള് തോണിക്കാരൻ സ്ഥലത്തില്ല. അപ്പൊ അയാളെ തൂക്കി വിളിച്ച് വരുത്തി ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പഴയ ഇരുമ്പ് പെട്ടി, നമ്മൾ ട്രങ്ക് എന്ന് പറഞ്ഞ ട്രങ്ക് പെട്ടി തെറ്റായി പറയുന്ന ഇരുമ്പ് പെട്ടിയുണ്ട്. പട്ടാളക്കാരൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീടുകളിൽ പഴയ കാലത്ത് ഉണ്ടാകുന്ന പെട്ടിയുണ്ട്. അത് നമ്മുടെ ഭാരമുണ്ട്. അങ്ങനെ വിളിച്ചു വരുത്തിയ കപ്പടാമിശക്കാരനായ ആരോഗ്യ ദൃഢഗാത്രനായ തോണിക്കാരനോടൊപ്പം ആരോഗ്യത്തിലും കപ്പടാമീശയിലും ഒട്ടും പിന്നിലില്ലാത്ത ഈ നവയുവാവായിട്ടുള്ള സി വി രാമപിള്ളയും കയറി തോണി കിടക്കുമ്പോൾ, പൗർണമിയുള്ള രാത്രിയാണ്. തോണി കിടക്കുമ്പോൾ രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ എന്തോ ഭാരിച്ച ഒന്നുണ്ട് എന്ന് തോണിക്കാരൻ മനസ്സിലാക്കുന്നു. അയാൾ ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു, നിന്റെ ഈ പെട്ടിയിൽ എന്താണ്? അപ്പൊ സി വി രാമപിള്ള പറയുന്നു, ഈ പെട്ടിയിൽ അമൂല്യമായ ചില കാര്യങ്ങളുണ്ട്, അത് തുറന്നു കാണിക്കുക എന്ന് അയാൾ പറയും. തുറക്കാൻ വയ്യ, അത് നഷ്ടപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധി എനിക്കില്ല, തുറക്കുന്നില്ല എന്ന് പറയും. അപ്പൊ തോണിക്കാരൻ കർക്കശനായിട്ട് പറയുന്നു, അതിലുള്ളത് എന്തായാലും എനിക്ക് തന്നിട്ട് പോയാൽ എന്നെ ജീവനോട് അക്കരെ കടത്താം, ഇല്ലെങ്കിൽ ഞാൻ കൊന്ന് നിന്നെ ഈ പുഴയിൽ മുക്കി കളയും. ഒരാളും ഈ രാത്രി അറിയാൻ പോകുന്നത്, നീ വന്നതായിട്ടോ എൻ്റെ തോണിയിൽ കയറിയതായിട്ടോ ഒരാളും അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിനുള്ള സാധനം എനിക്ക് പെട്ടെന്ന് തരാൻ, വളരെ അമൂല്യമെന്ന് നീ പറഞ്ഞ സാധനം തരാൻ ഇയാൾ പറയുകയാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ കൂട്ടാക്കുന്നില്ല. പറയും, അതിനകത്ത് എന്താണ്, സ്വർണ്ണമാണോ? അല്ല എന്ന് ഇയാൾ പറയുന്നു. ആ കുടുംബത്തിൻ്റെ മറ്റു ആഹാരമാണോ ഇത്ര അമൂല്യം? അതല്ല എന്ന് പറയും. വെള്ളിയാണോ, രത്നങ്ങളാണോ? അതൊന്നുമല്ല. പിന്നെ എന്താണ്? ഈ ചെറുപ്പക്കാരൻ പറയുന്നു, അത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന രാജാവിനെ പറ്റി ഞാൻ എഴുതി വരുന്ന ദീർഘമായ ഒരു കഥയാണ്. അന്ന് നോവൽ എന്നുള്ള സങ്കല്പമൊന്നും തോണിക്കാരനിലേക്ക് എത്തിയിട്ടില്ല. നോവലൊക്കെ തോണിക്കാരനിലേക്ക് എത്തിയിട്ടില്ല. സി വി രാമപിള്ള അറിഞ്ഞു വരുന്ന കാലം ദീർഘമായ ഒരു കഥയാണ്. ഇയാൾക്ക് അത്ഭുതമായി. സ്വർണത്തെക്കാളും രക്തത്തെക്കാളും കുടുംബത്തിന്റെ ആധാരത്തെക്കാളും വില പിടിച്ചതാണ് എന്ന് പറഞ്ഞ ഈ സാധനം ഒരു കഥയാണ് എന്ന് കേട്ടത് തോണിക്കാരൻ അത്ഭുതം തോന്നി. അയാൾ വിശ്വാസം വരുത്താൻ വേണ്ടിയിട്ട് ഇത് തുറന്ന് കാണുകയും ചെയ്തു. ഒരു കെട്ട് കടലാസ് അടുക്കുകളാണ്. എനിക്ക് ഇത് വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ സി പറഞ്ഞത് പൂർണ്ണമായിട്ടില്ല, എപ്പോഴെങ്കിലും പൂർണ്ണ നിങ്ങൾക്ക് ഇത് വായിക്കാൻ തരാം എന്ന് പറഞ്ഞു.
പറയാൻ പഴയ കാലത്ത് തിരുവിതാംകൂറിൽ എല്ലാവരും അതിഭയങ്കരമാം വിധം രാജഭക്തരാണ്. പൊന്നുതമ്പുരാന്റെ കഥ വായിക്കാൻ ഇയാൾക്ക് ആകാംക്ഷയുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും CVയുടെ വീട് മനസ്സിലാക്കി വെക്കുകയും ഈ വള്ളക്കാരൻ വന്നിട്ട് വാദിച്ചു വന്നിട്ട് CVയോട് വിളിച്ചു ചോദിക്കുമായിരുന്നു, മറ്റത് കഴിഞ്ഞോ? നീ ഇത് വായിക്കാൻ തുടങ്ങി നിന്നെ പണ്ട് പറഞ്ഞ ആ വാഗ്ദാനം ഒന്ന് വെളുത്തി തള്ളുമെന്നുള്ള സംഗതി ഞാൻ നടപ്പാക്കും, പെട്ടെന്ന് കഴിക്കാൻ പറഞ്ഞ് വിട്ടത്. അങ്ങനെ എല്ലാ അവധി ദിവസവും വള്ളക്കാരൻ വന്നിട്ട് ഈ എഴുത്തുകാരനോട് മറ്റു സംഗതി കഴിഞ്ഞോ, എനിക്ക് പെട്ടെന്ന് വായിക്കാൻ തരണമെന്ന് പറയുമായിരുന്നു. ഈ കഥ നടന്നതാകട്ടെ അല്ലാതാകട്ടെ, ഏതെങ്കിലും രസികന്മാർ കെട്ടിച്ചമച്ചതാകട്ടെ, അക്കാലത്തിൻ്റെതായ ദീർഘങ്ങളായിട്ടുള്ള രസികത്വം നിറഞ്ഞ, നിരോധാത്മം നിറഞ്ഞ, അതിപ്രതാപം നിറഞ്ഞ കഥാപാത്രങ്ങളെ പറ്റിയുള്ള കഥകൾ വായിച്ച് ആസ്വദിക്കുവാനുള്ള ഉത്സുകതയെ സൂചിപ്പിക്കുന്ന ഒരു കഥയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞ വായനക്കാരന്റെ ആഗ്രഹപ്രകാരം നിർവഹിക്കപ്പെട്ട ഒരു രചനയാണ് CV രാമൻപിള്ള നിർവഹിച്ചത്. നമുക്കിപ്പോൾ തോന്നും മാർത്താണ്ഡവർമ്മയ്ക്ക് ഇപ്പോൾ വായിച്ചാൽ പോലും നമുക്ക് മനസ്സിലാവില്ല. ഞാൻ മാർത്താണ്ഡവർമ്മയ്ക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുനരാഖ്യാനം ചെയ്തിട്ടുള്ള ആളാണ്. ബാലഭൂമിയിൽ കുട്ടികളുടെ പ്രസിദ്ധീകരണമായ ബാലഭൂമിയിലെ കുറെ കാലം ഇരുന്നപ്പോൾ എന്തെങ്കിലും ഒരു നല്ലത് ചെയ്യണമെന്ന് തോന്നിയിട്ട് ചെയ്തൊരു കാര്യങ്ങളൊന്ന് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന CVയുടെ പുസ്തകം ഞാൻ കുട്ടികൾക്ക് വായിക്കാൻ പാകത്തിന് കുട്ടികളുടെ കണ്ടുകൊണ്ടൊരു മാർത്താണ്ഡവർമ്മ എന്ന പേരിൽ പുനരാഖ്യാനം ചെയ്തിട്ടുള്ള യൂണിയുണ്ട്.